നമസ്കാരം. കൊൽക്കത്ത നഗരം സന്ധ്യമയങ്ങുമ്പോഴേക്കും ദക്ഷിണ കൊൽക്കത്ത നിയോജക മണ്ഡലത്തിലെ CPIMന്റെ ഗ്ലാമർ സ്ഥാനാർത്ഥി സൈറ ഷാ ഹലീമും യുവാക്കളും മധ്യവയസ്കരായ പാർട്ടി വോളണ്ടിയർമാരുമായി തിരക്കേറിയ ബെഹാലയിലെ സഖേർ ബസാർ ഏരിയയിലൂടെ ഇടതുപക്ഷ പാർട്ടി ബോസ് കൂടിയായ സീതാറാം യെച്ചൂരിയോടൊപ്പം കുതിരവണ്ടിയിൽ കയറിയാണ് അവർ ചുവന്ന ബാനറുകൾ വഹിച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങൾ വിളിച്ചും വായുവിൽ മുഷ്ടി ചുരുട്ടി ജനങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്നത്. നോർത്ത് കൊൽക്കത്തയിലെ ഗിരീഷ് പാർക്കിലെ ഇടവഴികളിൽ 79കാരനായ മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രദീപ് ഭട്ടാചാര്യ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ വോട്ടർമാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. തൻ്റെ പ്രായത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മാധ്യമങ്ങളോട് അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ടായിരുന്നു മറുപടി നൽകിയിരുന്നത്. എൻ്റെ എതിരാളികളുടെ ഈഗോയും അഴിമതിയും തകർത്തതിന് ശേഷം മാത്രമേ ഞാനിനി വിശ്രമിക്കൂ. ചിലർ ഇപ്പോഴും ഉച്ചരിക്കുന്നത് പോലെ കൊൽക്കത്ത അല്ലെങ്കിൽ കൽക്കട്ട ഒരു കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ രണ്ടാമത്തെ നഗരമായിട്ടായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത്. പുറം ലോകത്തിനും 21ാം നൂറ്റാണ്ടിലെ ഡിജിറ്റൽ ഇന്ത്യക്കും പോലും അതിന്റെ പ്രസക്തി കുറഞ്ഞിട്ടുണ്ടാകുമെങ്കിലും ബംഗാളിന്റെ ഹൃദയഭൂമിയായി അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കൊൽക്കത്തയിൽ ഇടതുപക്ഷം പുനർജനിക്കുമ്പോൾ ഉത്കണ്ഠാകുലരായ BJPയും തൃണമൂലും ബംഗാളിൽ നിന്നും തുടച്ചു നീക്കപ്പെടുകയാണ് സംഭവിക്കാൻ പോകുന്നത്. ജാദവ്പൂരിലെ സ്ഥാനാർത്ഥികളായ ഹലീമിനെയും ശ്രീജൻ ഭട്ടാചാര്യയെയും പോലുള്ള യുവ പുതുമുഖങ്ങൾ പ്രതീക്ഷിക്കുന്നത് ബംഗാളിനെ CPIMലൂടെ ഉയർത്തെഴുന്നേൽക്കുമെന്നതാണ്. ജനങ്ങൾക്ക് കാണാനാകുന്നത് പോലെ തന്നെ ബംഗാളിൽ ഇടതുപക്ഷം പുനരുജ്ജീവിച്ചിരിക്കുകയാണ്. അവരുടെ റാലികൾ മുഴുവനും ബംഗാൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ റെക്കോർഡ് ജനക്കൂട്ടത്തെയാണ് അവർ ആകർഷിച്ചിരിക്കുന്നത്. അവരുടെ പഴയ വോട്ടർമാർ വീണ്ടും അവരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയുമാണ്. ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ കൊൽക്കത്ത സൗത്തിലും ജാദവ്പൂരിലും നന്നായി പ്രവർത്തിക്കുമെന്ന പ്രതീക്ഷയും ആത്മവിശ്വാസവും ജനങ്ങൾക്ക് പൂർണ്ണമായും ഈ പ്രചാരണ വേളകളിൽ ഇതിനോടകം ബോധ്യപ്പെട്ടു കഴിഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജാദവ്പൂരിൽ 21% വോട്ടുകൾ നേടാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നു. എന്നാൽ വലിയൊരു വിഭാഗം വോട്ടർമാർ വോട്ട് ഉപേക്ഷിച്ചതിനാൽ കൊൽക്കത്ത സൗത്തിൽ 12% താഴെയും കൊൽക്കത്ത നോർത്തിൽ ഒറ്റ അക്കത്തിലേക്കുമായിരുന്നു CPIM അന്ന് തള്ളപ്പെട്ടത്. എന്നാൽ ഇത്തവണ ബംഗാൾ ഇടതുപക്ഷത്തെ കൂടുതൽ ആവേശത്തിലാക്കാൻ കാരണമായത് മത്സരകളത്തിൽ സ്ഥാനാർത്ഥികളായി വന്നിരിക്കുന്നത് യുവപ്രതിഭകൾ ആണെന്നുള്ളതാണ്. ബംഗാൾ ജനത BJPയുടെയും തൃണമൂലിന്റെയും അഴിമതി വിരുദ്ധ വായാടിത്തരങ്ങളൊക്കെ കേട്ട് മടുത്തു. ഇനി ചുവന്നു തുടുത്ത അഴിമതിയില്ലാത്ത ബംഗാളിനെയാണ് ജനം പ്രതീക്ഷിക്കുന്നത്.